സംഘം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഘം ഉണ്ടാക്കണം. കാര്യം സർട്ടിഫിക്കറ്റും കൊണ്ട് വരണം ജിന്ന്. ഇത് NV സാലിം എന്ന നേരത്തെ സൂചിപ്പിച്ച ഹനീഫ് കായക്കൂടി സൂചിപ്പിച്ച വ്യക്തിത്വമാണ്. ജമിയത്തുൽ ഉലമയെ തിരുത്താൻ വേണ്ടി പ്രബന്ധം കൊടുത്തിട്ട് അതിൽ ഒപ്പിട്ട ആളാണ് അദ്ദേഹം പ്രസംഗിച്ചത് ബൈലക്സിലുള്ള മലയാള ഇസ്ലാമിക് ക്ലാസ് റൂമിലാണ് ഇത് നടത്തിയതെന്നാണ് കേട്ട ആളുകൾ പറയുന്നത്. അപ്പൊ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണിത്. മുജാഹിദുകളുടെ പേരിൽ ഒരുമിച്ച് കൂടപ്പെട്ടു എന്ന് പറയുന്ന വേദിയിൽ പ്രസംഗിക്കുകയാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഇത് ഓതിയിട്ട് മുജാഹിദുകളോട് വാഴ്ന്നു പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വളരുകയാണ് ആര്? മുജാഹിദ് കുട്ടികള്. എന്നിട്ട് ജിന്നയോട് സഹായം നേടാമോ? അത് ശിർക്ക് ജമിയത്തുൽ പറഞ്ഞ തെറ്റാ. പിന്നെന്താ? ചേരൂര് പോയിട്ട് സക്കരിയ സലാഹി നടത്തിയ പ്രസംഗം, തിരുത്തപ്പെടേണ്ട ധാരണകൾ. അതിന്റെ അവസാനം സാധുക്കളായ എന്റെയും ഹനീഫിന്റെയും പേര് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഷിർക്കാന്ന് അനസ് ഹനീഫും പറയുന്നുണ്ട്. നേരത്തെ ഷിർക്കല്ല എന്ന് പറഞ്ഞ ആളാണ്, ഇപ്പൊ എന്താ ഷിർക്ക് എന്ന് പറയുന്നത്? എന്റെ മൂപ്പർക്ക് തന്നെ അറിയാം. അങ്ങനെ ഞങ്ങളോട് ചോദിച്ചാൽ നല്ല മറുപടി കിട്ടും. കാരണം എന്താ? മൂപ്പര് പണ്ട് സിഹിർ പലിക്കുന്നു വിശ്വസിച്ചാൽ ഷിർക്കാന്ന് പറഞ്ഞ ആളാ, പ്രസംഗിച്ച ആളാ. മൂപ്പര് പറഞ്ഞു അള്ളാഹ് പുറത്തു വരട്ടെ, എനിക്ക് തെറ്റുപറ്റി. അപ്പൊ തിരുത്തേണ്ടി വരും അല്ലേ? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് പറഞ്ഞല്ല പിന്നെ പറഞ്ഞത്. അത് സലാം സുല്ലമി എന്നെ പഠിപ്പിച്ചപ്പോ തെറ്റിച്ചാണ്, അതുകൊണ്ട് അള്ളാഹ് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആണ് മാനദണ്ഡം പറയുന്ന ചേരൂര് പ്രസംഗിച്ചത്. ഞങ്ങൾ പറയുന്നു മാനദണ്ഡം, സക്കരിയ സലാഹിയോട് ഞങ്ങൾ പറയുന്നു മാനദണ്ഡം ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ മാനദണ്ഡം പറയാ. ശിർക്കാണ് ഇത്. വസീലത്തുൽ ശിർക്കാവൂ? അങ്ങനെയുണ്ടോ? വസീലത്തുൽ ശിർക്ക ഏതുപോലെ? ചിലപ്പോ ഹറാമ് എന്ന് പറയാം. എന്നിട്ട് ചോദിക്കൽ എന്താ? ഹറാമോ വസീലത്ത് ശിർക്ക് എന്നൊക്കെ പറയാ. ഹക്കുജാഹു ബർക്കത്തുകൊണ്ട് തേടൽ ശിർക്കാണോ? വിദഗ്ധയാവൂ. നേരെ മറിച്ച് അള്ളാഹ് നിർബന്ധമെന്ന് വിചാരിച്ചാലേ ശിർക്കാവൂ. ഇതുപോലെ ജാറം കെട്ടിപ്പൊക്കൽ ശിർക്കല്ല, ഹറാമാണ്. അതുപോലെയുള്ളൂ ഇത്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ താവനു അൽ ബിരി വത്തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞത് വസീലത്തുൽ ശിർക്ക ആണോ? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞാൽ വസീലത്തുൽ ശിർക്കാണോ? യാ ഇബാദല്ലാഹ് അഈനൂനി ഹദീസ് സഹിയാന്ന് വിചാരിച്ച് പറഞ്ഞ ഹറാമാണോ? അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ഇതൊരു മുജാഹിദിന് ഉൾക്കൊള്ളാൻ കഴിയോ? ഒരു മുജാഹിദിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയോ? എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ആരോപണമാണ്, ശിർക്ക് ആരോപണമാണ്, ശിർക്ക് ആരോപണമാണ്, ശിർക്ക് ആരോപകർക്ക് മറുപടി, ശിർക്ക് ആരോപണങ്ങൾക്ക് മറുപടി, ശിർക്ക് ആരോപകർക്ക് മറുപടി. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായി ഒരു പുത്തിരിയുമില്ല. ആ തരം ആരോപണങ്ങൾ ഞങ്ങളുടെ പേര് പറയുമ്പോ ശിർക്ക് ആരോപണമല്ല, ഇത് ശിർക്കാണ്. താവനു അലൽ ബിരി വത്തഖ്വ. ഇനി കേട്ടോ, താവനു എന്ന് പറഞ്ഞ എന്താ? താവനു എന്ന് പറഞ്ഞ എന്താ? എന്താ അർത്ഥം? നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. ജിന്ന് ഇങ്ങോട്ട് സഹകരിക്കുക, അങ്ങോട്ട് എങ്ങനെ സഹകരിക്കും അത് പറഞ്ഞത്? ജിന്നിനോട് അങ്ങോട്ട് എങ്ങനെ സഹകരിക്കുക? ഇങ്ങനെ പിഴച്ചവാദം പറയാ, അതെന്നെ സഹകരണം ഇല്ലേ? അപ്പൊ താവനുമാലും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക? ജിന്നുമായിട്ട് നമ്മൾ സഹകരിക്കുക. അപ്പൊ മുക്കുബിൽ ഹാദി പറഞ്ഞിട്ടുണ്ട്, മുക്കുബിൽ വാദി പറഞ്ഞിട്ടുണ്ട്. വാദി തന്നെയാണ്, സംശയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മുക്കുബിൽ വാദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജിന്നിനെ കെട്ടാന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജിന്നിനെ കല്യാണം കഴിക്കാന്ന് അത് കൊള്ളാണ്, അതൊരു ഏർപ്പാടാണ്, ചെലവില്ലാത്ത വഴിയാണിതാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഉഷാറാണ്. ഇത് മാത്രമല്ല മുക്കുബിൽവാദി പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ജിന്നിനെ കെട്ടാമോ? ഒന്ന് കെട്ടിക്കാണിക്കാമോ? കെട്ടാമെങ്കിൽ എത്ര കെട്ടാം? എത്ര ജിന്നിനെ കെട്ടാം? ജിന്നെ കെട്ടുകയൊക്കെ ചെയ്യാം, പക്ഷെ ഗർഭം ഉണ്ടായാൽ ജിന്നിന്റെ അന്ന് പറയണ്ട. പെണ്ണുങ്ങൾ കുടുങ്ങി. ജിന്നിനെ കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടായാൽ ജിന്നിന്റെ അന്ന് പറയാൻ പറ്റൂല. ഇതും പറഞ്ഞിട്ടില്ലേ? ഇത് നാളെ പ്രസംഗിക്കോ? അപ്പൊ മാന്യ സഹോദരങ്ങളെ, ഏത് ലോകത്താ ഇവര്? ഞാൻ പറഞ്ഞില്ലേ, ഖുറാഫി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ജിന്ന് തട്ടിക്കൊണ്ടുപോയതാ. ഖുറാഫി നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ ജിന്ന് തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ അവരെ ഖുറാഫി എന്ന് വിളിക്കണത്. അവരെ ജിന്ന് തട്ടിക്കൊണ്ട് ഇതുപോലെ പലതും ചെയ്യിച്ചവരെ കൊണ്ട്, അതുകൊണ്ട് അവരെ ഖുറാഫി എന്ന് വിളിക്കുന്നത്. ഇത് ജിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്, അതുകൊണ്ട് ഖുറാഫാത്താണ് എന്ന് വളരെ വ്യക്തമായി തന്നെ എന്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് ഏതായിരുന്നാലും ഇവിടെ കൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്പോ ഈ 2012
ഇങ്ങനെ പറയേണ്ടി വരുന്നെന്ന് ചോദിച്ചാല്, ഞങ്ങളിത് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ കയ്യടി ഞങ്ങൾക്ക് കിട്ടൂല. നേരെ മറിച്ച് ഇന്നലെ 12:30 വരെ കൊടുവള്ളിയില് നടത്തിയ പരിപാടി, ആ പരിപാടി കഴിഞ്ഞ് 11:45 ആയിക്കഴിഞ്ഞപ്പോ വന്ന മെസ്സേജ് എന്നറിയോ? ഇന്നലെ 11:45 വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാല് വളരെ മോശമായി മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, പിന്നെ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സിയോണിസ്റ്റിനോട് പൈസ വാങ്ങി തിന്നുന്ന പിശാചുക്കളെ നാശം നാശം നാശം. നമ്പറുണ്ട്, ഇത് വെറുതെ പറയില്ല. നിങ്ങൾ വായിച്ചു നോക്കി, ഈ നമ്പറിൽ ആർക്കും വിളിച്ചു നോക്കാം. ഇപ്പോ ഇത് ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ പറയണത്? ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ്? എന്റെ കയ്യിൽ എത്ര രൂപ ഞാൻ വെളിപ്പെടുത്താം, ഇപ്പൊ വെളിപ്പെടുത്താം, ഒരു പ്രശ്നമില്ല. എത്ര രൂപ എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പൊ മരിച്ച എന്റെ മക്കൾക്ക് എത്ര കിട്ടും എന്നുള്ളത് ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് പറയാൻ കഴിയും. മനസ്സിലാക്കണം. ഇതുപോലുള്ള കുറെ മെസ്സേജുകളും കുറെ തെറിവിളികളും പരിശുദ്ധ റമദാനിലെ 1-ാമത്തെ ദിവസം, അറിയോ നിങ്ങൾക്ക്, ഈ നോമ്പിന് പരിശുദ്ധ റമദാൻ 1-ാമത്തെ ദിവസം ഉച്ചയായി ദുഹ്റിസ്കരിച്ചിട്ട് ഇരിക്കുമ്പോ ഒരു കോള്, നെറ്റ് കോളാണ്. റമദാനല്ലേ, ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറയാൻ വിളിച്ച എടുത്തു. ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ആരടാ നീ, മറ്റതാണ് മറിച്ചാണ് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മൂപ്പര് വിളിക്കല്ലേ ഓരോന്ന് വായി വന്നത്. എനിക്കത് പറയാൻ പ്രയാസമുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ വിളിക്കണത്? ഞാൻ ഇന്നാളാണ്, അദ്ദേഹം പേരൊക്കെ പറയുന്നുണ്ട്, ഇന്നാളാണ് വിളിക്കണത് എന്നൊക്കെ പറയാം. ഞാൻ ചോദിച്ചു, അവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തോന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ നോമ്പായിട്ടില്ലേന്ന് ചോദിച്ചു. നോമ്പാണ്. ഞാൻ പറഞ്ഞു, ഇന്നീ സായി, ഞാൻ നോമ്പുകാരനാ, എനിക്ക് മറുപടി പറയപ്പോ പറ്റൂല. എന്തായാലും ഈ ജാതി ചോദ്യമാണെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞാലും ഞാൻ മറുപടി പറയൂല എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി. ഈ തെറിവിളികള് TP അബ്ദുൽ കോയ മദനി, ആ TP നിങ്ങൾക്ക് ഇന്നും ബൈലക്സിൽ പോയി ഷാഫി സ്വലാഹി എന്ന് അടിച്ചു കൊടുത്താൽ, TP കുറിച്ചൊരു രാഷ്ട്രീയക്കാരനാണ്, പണ്ഡിതനല്ല. ആരോടെ പറയുന്നത്? ഒരു AP ഹുറാഫി സുന്നി, കാന്തപുരം മുടി സുന്നിയുടെ ഏറ്റവും തരം താഴ്ന്ന വികൃത മനസ്സുള്ള ഒരാളുണ്ട്. AP രാത്രി വിളിക്കും 12 മണിക്ക്, 11 മണിക്കൊക്കെ AP വിളിക്കുക, എന്നിട്ട് ഓരോന്ന് ചോദിക്കുക, എന്നിട്ട് ബൈലക്സിൽ കേൾപ്പിക്കുക. അതുപോലെ പണ്ഡിതന്മാരെ വിളിക്കും. ആ മനുഷ്യൻ നമ്മുടെ കാളമ്പാടി പ്രായം ചെന്നിട്ട് അവിടെ EK സംസ്ഥയുടെ സെക്രട്ടറി കാളമ്പാടി ഹോമോസിനെ വിളിച്ചു ബുദ്ധിമുട്ടിക്കും. അതൊക്കെ ഇവരിങ്ങനെ ആളുകളെ കേൾപ്പിക്കുക. എന്നിട്ട് അവസാനം അയാൾ നാട്ടിൽ വന്നപ്പോ EK സുന്നികൾ കേസ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, മാഹിയിലുള്ള ആ ചെറിയ നരമ്പ് രോഗമുള്ള ആ മനുഷ്യരെ. ഈ നരമ്പ് രോഗമുള്ള, ഈ ഫോൺ നരമ്പ് രോഗമുള്ള ഇയാളെ വിളിച്ചിട്ട് ഇയാൾ പറയാണ്, എന്ത്, ഞാൻ നസീഹത്ത് കൊണ്ട് പറയട്ടോ, AP പണ്ഡിതനല്ല, ഒരു രാഷ്ട്രീയക്കാരനാ. അപ്പൊ അയാള് 1.5 മണിക്കൂറാ സംസാരിക്കണം നസീഹത്തോടെ. ആരോട്? കാന്തപുരം മുടിസുന്നി അതിന്റെ കാര്യപ്പെട്ട ഈ രോഗിയോടാ പറയണത്. TP, AP അല്ല, TP. ബൈലക്സിലൂടെ എങ്ങനെ കേൾക്ക്? ഞാൻ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത് ആരായി പറയണത്? ലൈവ് കേട്ടിരിക്കുകയാണ്, പ്രക്ഷേപണം ചെയ്യാണ്. അപ്പൊ പറയണ, ഇത് നിങ്ങൾ ബൈലക്സിൽ ഇടല്ല കേട്ടോ, ഇടല്ല കേട്ടോ, അത് പുതിയ തന്ത്ര, ഇത് ഇടാൻ വേണ്ടി തന്നെ പറയണേ, ഞങ്ങൾക്കറിയാ, നിങ്ങൾ ഇടല്ല കേട്ടോ. അപ്പൊ മറ്റേടോ എങ്കിൽ പറ, ജിന്നോട് സഹായം നിങ്ങൾ ശിർക്കാണോ? പറ പറ പറ. പറയാ, അത് എന്നെ കൊടുക്കാനല്ലേ, പ്രാപ്പിലാക്കാനല്ലേ എന്ന് ചോദിക്കുക. എന്താ പറയാ, എന്ത് അഭൗതികമായ നിലക്കുള്ള സഹായത്തിന്റെ ശിർക്കാണ്. ഭൗതിക എപ്പോഴും ഒഴിവാ, അഭൗതികമായൊരു ശിർക്കാണ്. ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് TP പണ്ഡിതനല്ല എന്ന് പറയുമ്പോ അയാൾ ഇങ്ങോട്ട് വയ്ക്കുക, അദ്ദേഹത്തിന്റെ പേര് തന്നെ അബ്ദുള്ള കോയ മദനി എന്നല്ലേ? കാരണം മുടിസുന്നിയാണെങ്കിലും ചെറിയ വെളിച്ചെങ്കിലുണ്ട് തോന്നുന്നു. ഇതോ അതില്ല, മദനിയല്ലേ? ആ മദനിയൊക്കെ ഉണ്ട്. മദനി എന്ന് പറഞ്ഞാൽ മദീനത്തുൽ പഠിച്ച ആർക്കും കിട്ടുന്നതാണ്. അപ്പൊ പണ്ഡിതനല്ലേ? അപ്പൊ നേരെ അദ്ദേഹം മറ്റേ ഷാഫി ഇസ്ലായിയോട് പറയാം, നിങ്ങൾ അവിടെ നിൽക്കും, ഞാൻ TP എന്ന് വിളിക്കട്ടെ. എന്നിട്ട് TP വിളിക്കാണ്, നിങ്ങൾ പണ്ഡിതനാണോ? അയാൾ വിളിച്ചിട്ട് അപ്പോ TP ഫോൺ ഓഫാക്കി. ഉടൻ തന്നെ TP ഫോൺ ഓഫാക്കിയതാണ് കംപ്ലൈന്റ്. പിന്നെ AP വിളിക്കുകയാണ്,
ഈ മദനി എന്ന് പറഞ്ഞാൽ ആര്? ഈ മുടിസുന്നി വിളിക്കാണ് AP മദനി എന്ന് പറഞ്ഞാല് അത് ഡിഗ്രി ആണോ? അത് മദീനത്തുൽ അറബി കോളേജിൽ എടുക്കണ ഡിഗ്രിയാ. അവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതനാ AP പറയാ. നിങ്ങൾ നോക്ക്, നമ്മുടെ പണ്ഡിതന്മാരെ കോമാളികളാക്കി ചിത്രീകരിച്ചിട്ട് നാട്ടിലെ മുടിസുന്നിക്ക് വേണ്ടിയിട്ട് നസീഹത്തോട് നിന്നോട് പറയാണ്. ആ മുടിസുന്നിയോട് കാണിച്ച നസീഹത്ത് നമ്മുടെ പണ്ഡിതന്മാരോട് കാണിക്കാൻ മനസ്സില്ലാതെ പോയ ആളുകളെ തൗബ ചെയ്തേ പറ്റൂ. നിങ്ങൾ പശ്ചാത്തപിച്ചേ പറ്റൂ. നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ അന്ത്യവയോധികരായ പണ്ഡിതന്മാരോട് നിങ്ങൾ പൊരുത്തപ്പെടിച്ചേ പറ്റൂ. യാതൊരുവിധ സംശയമില്ല കാര്യത്തിൽ. എന്നിട്ട് അത് ആരെങ്കിലും പറഞ്ഞാല് അവര് ഞങ്ങൾ ഒറ്റപ്പെടാൻ തയ്യാറാ. ഒരിക്കലും ഞങ്ങൾ ആരും ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഫാൻസ് അസോസിയേഷൻ ഇല്ല. ഞങ്ങൾ ഒറ്റക്ക് പോകും. അതിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നല്ലാതെ ഞങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഇല്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ വികൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാരായിരുന്നാലും അതിൽ നിന്ന് ഒഴിവാകണമെന്ന് മാത്രമേ ഞാൻ ചുരുക്കി സൂചിപ്പിക്കുന്നുള്ളൂ. ഇനിയും ഒരുപാട് സംഗതികൾ ഇവിടെ ചോദ്യം വരാനുണ്ട്, ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. എല്ലാം കൂടെ ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.